അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, അവന്റെ കാവൽ, അവന്റെ കരുണ, അവന്റെ നിഅമത്ത്, അവന്റെ ബർക്കത്ത്, അവന്റെ നോട്ടം, അവന്റെ നേട്ടം എല്ലാം നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. എറക്കോടൻ പത്തായത്തിങ്കിൽ മൊയിൻകുട്ടി ഹാജിയുടെ ഒരു വലിയ കുടുംബ സംഗമമാണ്, സ്നേഹ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. കേരളത്തിനകത്തും വ്യാപിച്ചുന്ന വലിയൊരു കുടുംബം, ആ കുടുംബം ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, അതിലേറെ ചാരിതാർത്ഥ്യത്തോടുകൂടി സംഗമിക്കുകയാണ്. മറ്റെന്താ ആഘോഷത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിനെ വലിയ സന്തോഷമുളവാക്കുന്ന, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലമുളവാക്കുന്ന ഏറ്റവും നല്ലൊരു സംഗമമായ സംഗമവേളമായി ഇത് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ ഓരോരുത്തരും ഇങ്ങനെ കടന്നു വരുമ്പോ നിങ്ങള് ഈ റെക്കോർഡ് കുടുംബ സംഗമത്തിലെ ആളാണോ? അതെ. നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്ന ആളുടെ മകളാണ്, മകനാണ് എന്ന് പരസ്പരം പരിചയപ്പെടുത്തി ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം അതിരറ്റതാണ്, അനുപമ സുന്ദരമാണ്. സന്തോഷ കുസുമങ്ങൾ, സൗഹാർദ്ദ കുളിർമകൾ സംഗമിച്ചൊഴുകട്ടെ മനങ്ങളെന്നും. നിലവിലും കാനവിലും തെളിയുന്ന തെളിനീര്, നിലവിലും കാനവിലും നിറയുന്ന തെളിനീര്, നിറവാർന്നീട്ടൊഴുകട്ടെ മനങ്ങളെന്നും. അങ്ങനെ ഈ കുടുംബത്തിൽ വന്നു ചേർന്നുകൊണ്ട് പരസ്പരം പരിചയപ്പെട്ട് ക്ലാസ്സൊക്കെ കേട്ട് നമ്മളെ കുട്ടികളുടെ, നമ്മുടെ ഈ കുടുംബാംഗങ്ങളുടെ പരിപാടിയൊക്കെ കണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകാൻ നേരത്ത് എന്നാ നമ്മൾ പിരിയുകയാണ്. ഏതാനും സമയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സലാം ചൊല്ലി പിരിയുമ്പോ അറിയാതെ ഒന്ന് കണ്ണ് നിറയുന്നുണ്ട്. നിങ്ങളെ നമ്പറിംഗ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ വിളിക്കും, ഞാൻ ബന്ധപ്പെടും എന്ന് പറഞ്ഞ് പിരിയുമ്പോ കണ്ണൊന്ന് അറിയാതെ നിറഞ്ഞൊഴുകി പോകുന്നു. എന്തേ പൂതി കെട്ടിട്ടില്ല, ഇനിയും വേണ്ടിയിരുന്നു സമയം. പക്ഷേ കമ്മിറ്റി അംഗങ്ങൾ, മുനീർ സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികള് നമ്മളെ ആദ്യം ഈ പരിപാടിക്ക് വിളിച്ചപ്പോ ഇങ്ങനൊരു കുടുംബ സംഗമമുണ്ട്, വിളിച്ച് ഒരുപാട് പ്രാവശ്യം വിളിച്ചു, വീട്ടിൽ വന്ന് വിളിച്ചു. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ചിലരുടെയൊക്കെ മനസ്സിൽ, എന്തിനാണ് ഇങ്ങനൊരു സംഗമം, എന്തിനാണ് ഈ നേരമില്ലാത്ത നേരത്ത് ഞങ്ങളെയൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മളെ മനസ്സ് മന്ത്രിച്ചിരുന്നു. പക്ഷേ അതിനുള്ള ഒറ്റ ഉദാഹരണം, നമ്മൾ ഞായറാഴ്ച ദിവസം വീട്ടിലെല്ലാവർക്കും ലീവാണ്, കുട്ടികൾക്ക് ലീവാണ്, പ്രിയപ്പെട്ട ഭർത്താവിനും ഭാര്യക്കും പരിപാടിയൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നന്നായി കിടന്നുറങ്ങുകയാണ്. രാത്രി നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഇന്ന് രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങി ഒരു 10 മണിക്ക് സുബഹിയൊക്കെ നിസ്കരിച്ച് 10 മണിക്ക് നമ്മൾ എണീക്കണ്ടു എന്ന് പറഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്, നല്ല ഫാന്റെ കാറ്റുണ്ട്, നല്ല ഉറക്കാണ്. ഉറങ്ങി ഏകദേശം ആ ഉറക്ക് ഒരു മൂർധന്യാവസ്ഥയിലെത്തിയപ്പോ ഒരു 9:30 മണിക്ക് ഒരു കോളിംഗ് ബെല്ല് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന്. നമ്മളെന്നാ വിചാരിക്കുക, നല്ല മനുഷ്യൻ എന്നാ വിചാരിക്കുക. ആണോ? നല്ലൊരു മനുഷ്യൻ, ഈ ചങ്ങായി അകത്ത് കടന്നു വന്നാൽ ഞാനൊരു അവാർഡ് കൊടുക്കും, ഒരു സമ്മാനം കൊടുക്കും എന്നല്ല വിചാരിക്കുക. ഈ ചങ്ങായി നേടുന്ന ഈ പഹയൻ കടന്നു വന്നത് കാരണം അത്ര പ്രയാസത്തോടുകൂടി
വാതിൽ തുറക്കാൻ നേരത്ത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തോ അല്ലെങ്കിൽ സ്നേഹിതനോ സ്നേഹിതയോ നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോ നമുക്കൊരു നീരസം, ഒരു അരോചകം തോന്നിയിരുന്നു. കാരണം ഈ നല്ലൊരു സമയത്താണ് ഈ ചങ്ങായി വന്ന് ഉറക്കു പോക്കിയത്. പക്ഷേ ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ സ്നേഹിത നമ്മളെ അടുത്തേക്ക് കടന്നു വന്നിരുന്ന് ഒരുപാട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും വ്യക്തികാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം പോകാൻ നേരത്ത് ആ വന്ന അതിഥി പറയും, ഞാൻ പോട്ടെ അന്ന് നമ്മളെന്ന് പറയാ പോലെ കുറച്ചുകൂടി എന്തേ അങ്ങനെ പറയാൻ കാരണം? നേരത്തെ നീരസം തോന്നിയ ഈ അതിഥിയോട് എന്താണ് ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നിയത്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കുടുംബകാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിൽ ഹൃദയങ്ങൾ വേർപെട്ടു പോയതിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചാണ്, കുടുംബകാര്യത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത്. അങ്ങനെ മനസ്സോടെ യാത്രയക്കുന്ന അതിഥിയെ പോലെ നമ്മൾ ഈ മനോഹരമായ എറക്കോടൻ കുടുംബ സംഗമവും കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ആദ്യമൊക്കെ നീരസം തോന്നിയ ആൾക്കാർ പറയും, പ്ലീസ് അടുത്ത് തന്നെ ഇനി ഒരു വർഷമൊന്നും ആണ്ട, അതിന്റെ മുമ്പ് തന്നെ നമുക്കൊരു കുടുംബ സംഗമം വെക്കണം എന്ന് നമ്മൾ പറയത്തക്ക രൂപത്തിൽ ഈ കുടുംബ സംഗമാകണം. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നോക്കി നോക്ക്, പുറത്തൊക്കെ ഒന്ന് നോക്ക്. നിങ്ങൾ എന്തൊരു മഴയാണ്. കഴിഞ്ഞ ദിവസം വരെ നല്ല ചൂട്, നമുക്ക് ഇരിക്കാൻ പറ്റാത്ത വിധം, വീട്ടിൽ ഉറങ്ങാൻ കഴിയാത്ത വിധം ചൂടോട് ചൂട് അല്ലേ? പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാഹ് എന്തൊരു മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ട തരിശായ ഭൂമി, ഒന്നുമില്ലാത്ത ഭൂമി, ഉണങ്ങിക്കരിഞ്ഞ ഭൂമി ആ മഴയോടുകൂടി കിളിർത്തിരിക്കുന്നു, പച്ചപ്പായിരിക്കുന്നു. എവിടെ നിന്നാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്? അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ, നിന്നെ സ്തുതിക്കാതെ വയ്യ. അല്ലാഹു ചെയ്തു തന്ന നന്മയ്ക്കായി നന്ദി ചൊല്ലാൻ അൽഹംദുലില്ലാഹ് എന്ന വാക്കല്ലാതില്ല റബ്ബേ. പഠിച്ചോനെ, ഞങ്ങളൊക്കെ ഹൃദയം തൊട്ടുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. കാരണം ഇന്നലെ വരെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ തന്നെ ചൂട് കൂടുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, അല്ലെങ്കിൽ അയൽപക്കക്കാരുമായി ഞങ്ങൾ അടിയാകും. ഇനി അടുത്ത യുദ്ധം എന്ന് പറയുന്നത് വാട്ടർ ഓഫ് വാർ, വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാകും. കാരണം അത്രയേറെ വരൾച്ച വന്നു പോയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഴയിതാ, പേമാരിതാ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ കുടുംബാംഗങ്ങളെ, എനിക്ക് നിങ്ങളോട് ആദ്യമേ ഉണർത്താനുള്ളത്, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയാലും നിങ്ങൾക്ക് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അപ്പപ്പ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അൽഹംദുലില്ലാഹ്. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഹൃദയം തൊട്ടുകൊണ്ട് ഒരു അൽഹംദു പറയാം. പ്ലീസ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും ഉറക്കെ പറ, അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ, നിനക്ക് മാത്രമേ സ്തുതി, നിനക്ക് മാത്രമേ ഇത് സാധിക്കൂ. എന്റെ വീട്ടിലെ, എന്റെ ചെറിയ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടി മോട്ടറിന്റെ സ്വിച്ചിട്ട് അത് ടാങ്കിയിലേക്ക് എടുത്ത് ടാങ്കിയിൽ നിന്ന് വീണ്ടും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി കറണ്ട് സംവിധാനം ഉപയോഗപ്പെടുത്തി ബക്കറ്റ് ഉപയോഗിച്ച് ആ വെള്ള സംവിധാനം അങ്ങനെയാണ്. പക്ഷേ നീ അങ്ങനെയല്ല. ലോകം മുഴുവൻ ഒരു നിമിഷം കുൻ ഫയകൂൻ എന്ന് പറഞ്ഞാൽ മതി, എല്ലാം റെഡിയാണ്. കോരിച്ചൊരുന്ന മഴയാ, അതിനോടൊപ്പം കാറ്റ് മാത്രമല്ല, ഇതുവരെ തരിശായ, ഇതുവരെ ആകെ വരൾച്ചയുള്ള ഭൂമിയിൽ നല്ല പൂക്കള്, നല്ല പച്ചപ്പ്, നല്ല ഹരിത ലാവണ്യം. അൽഹംദുലില്ലാഹ്. നീ തന്നെയാണല്ലോ പൂവിനും പൂമ്പാറ്റക്കും ആനക്കും അണ്ണാനും അന്നം കൊടുക്കുന്നത്. നീ തന്നെയാണല്ലോ മനോഹരമായ പൂവിനെ ഈ ഭംഗി, ഇത്ര ഭംഗിയിൽ സൃഷ്ടിക്കുന്നത്. നീ തന്നെയാണല്ലോ പൂമ്പാറ്റക്ക് ഇത്ര മനോഹരമായ കളർ കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് മുഖവരിയായി, പ്ലീസ് മുഖവരിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ശുക്റുള്ള ഒരു മനസ്സ്,
ശുക്രുള്ള ഒരു മനസ്സ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. കറണ്ട് വന്നാൽ അൽഹംദുലില്ലാഹ്, കറണ്ട് വന്നല്ലോ. നമ്മളെ മകനെത്തിയാൽ അൽഹംദുലില്ലാഹ്, ഭർത്താവ് എത്തിയാൽ അൽഹംദുലില്ലാഹ്, ഒരു ദിവസം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. പടച്ചോനെ, ഇന്നലെ രാത്രി ഞാൻ ഉറക്കാകുന്ന മരണത്തിലായിരുന്നു, ആ മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബേ അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഈ പ്രാർത്ഥന ചൊല്ലിയ എത്ര പേരുണ്ടെന്ന് കൈവെക്കോ? കളവൊന്നും പറയണ്ടേ? അൽഹംദുലില്ലാഹ്. നോക്ക് നിങ്ങൾ, അതിന് വരെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ ആ അനുഗ്രഹത്തിന് ഒരു സ്തുതി പറയാൻ അൽഹംദുലില്ലാഹ്, പ്രാർത്ഥന മുഴുവനൊന്നും വേണ്ട, അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിക്കുന്നത് എന്റെ റബ്ബിനെയാണ്. എനിക്ക് ഇന്നുകൂടി ഭൂമിയിൽ ജീവിക്കാൻ അല്ലാഹു റബ്ബ് അനുഗ്രഹം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, നാളത്തെ പേപ്പറിലെ ചരമകോളത്തിൽ നിങ്ങൾക്ക് കാണാം, തട്ടമിട്ട സുന്ദരികളെ കാണാം, പുരുഷന്മാർ ആരോഗ്യ ദൃഢഗാത്രരായ ആൾക്കാരെ കാണാം. നമ്മളെപ്പോലെ ഈ ദിവസവും അവർക്ക് ഈ ലോകത്ത് അനുവദിച്ചിട്ടില്ല. ചരമകോളത്തിൽ അവരുടെ ഫോട്ടോ കാണാം, പേര് കാണാം, അഡ്രസ് കാണാം. പക്ഷെ നമ്മളെ അല്ലാഹു അതിൽ പെടുത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. എപ്പോഴും ശുക്റുള്ള ഒരു മനസ്സ്, ശുക്ർ. അങ്ങനെ നിങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ അത് വെറുതെയാവില്ല. ലഇൻ ശകർതും, നിങ്ങൾ അങ്ങനെ ശുക്ർ നന്ദിയുള്ളവരായി തീരുമ്പോ കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം, കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം, ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പാറത്തിയിടും വിമാനം മേടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരപ്പെരുപ്പം, കാരണം കണ്ണിന് വളരെ ചെറുപ്പം. പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും നീങ്ങുന്നു. പണ്ട് മുതൽ ഇന്നോളവും വാനിലാടിയിലൂളം വെച്ച് കൊണ്ടവ തമ്മിലൊളിച്ച് കളിക്കണ കാണുന്നു. എന്നല്ല ഇനി നാളെ ഖിയാമത്തോളവു മക്കളി നിൽക്കൂല, എല്ലാം ഏവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല. എന്നോല അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിയൂല. എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല. കാര്യം ശരിക്കുമോർത്താൽ കോരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണവ്യവസ്ഥ. ആരിതിൻ പിന്നിലിരുന്ന് സമസ്താഗോള ലക്ഷങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നും അടക്കി ഭരിക്കണ ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ വന്നില്ല. സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും. എങ്ങനെ സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും. ജഗപരിപാലകനാണവനാരും പങ്കില്ല. തൗഹീദിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം അല്ലാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു വീണ്ടും വീണ്ടും നന്ദി ചെയ്യും, വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരും. വീണ്ടും വീണ്ടും അല്ലാഹു അനുഗ്രഹങ്ങളുടെ പേമാരി നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.